പക്ഷേ ടി ജി മോഹൻദാസ് ഇങ്ങനെ ആദ്യമായല്ല ഇത്തരത്തിൽ ഈ ലെവലിലുള്ള പരാമർശം ആദ്യമായിട്ടാണ് നടത്തി കാണുന്നത്. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ എല്ലാ അതിർത്തികളും കടന്നു പോയിരിക്കുന്നു ടി ജി മോഹൻദാസിൻ്റെ പരാമർശങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് എങ്ങനെയാണ് ഇത് നോക്കിക്കാണേണ്ടത്? അല്ല, നിശ്ചയമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഇതുവരെ തോൽക്കാതെ ഇരുന്ന 10-12 കൊല്ലമായിട്ട് തോറ്റിട്ടേ ഇല്ലാത്ത, ഇനി ഒരിക്കലും തോൽക്കാനും പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന മനോനിലയിൽ നിന്ന് വരുന്ന, എന്നാൽ പോലും ഇങ്ങനെ വരുമോ എന്ന അത്ഭുതം ഉണ്ടാക്കുന്ന അത്രക്ക് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള, അങ്ങേയറ്റം തള്ളിക്കളയേണ്ടുന്ന, ഏറ്റവും കൂടിയ നമ്മുടെ വാക്കുകളിൽ തള്ളിപ്പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മൾ ഇതിപ്പോൾ ഒരു മാനസിക അപഭ്രംശമുള്ളൊരു ആൾ എന്തോ അയാൾക്ക് തോറ്റു എന്ന് തോന്നുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ മനോവിഷമത്തിൽ വിളിച്ചു പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ എന്ന് തള്ളിക്കളയാവുന്നൊരു സ്ഥിതിയല്ല ഇത് എന്ന് നമുക്കറിയാം. അതായത് അതുകൊണ്ടാണത് ഗൗരവമുള്ളതായി മാറുന്നത്. ആരാണ് ഈ ടി ജി മോഹൻദാസ്? BJP ബൗദ്ധിക സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായിരുന്നു ഇയാൾ. ബൗദ്ധിക സെൽ, ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു. ബുദ്ധിജീവിയാണ്, അവരുടെ ബുദ്ധിജീവി. 97-ൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമല്ല അയാൾ. 2006-ൽ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു ഇയാൾ, ഈ ടി ജി മോഹൻദാസ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും മാനസിക അപഭ്രംശം ഉണ്ടായിരിക്കുന്ന, ഈ സ്വന്തം പക്ഷത്തിന് തോൽവി ഉണ്ടായതിൽ ഇങ്ങനെ അങ്ങേയറ്റം നിലംപറ്റി തോറ്റുപോകേണ്ടുന്ന അവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഒരാളായിട്ടല്ല നമ്മൾ ഇയാളെ കാണേണ്ടത്. ഇയാൾ ഇതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ എല്ലാം സംരക്ഷണം ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അത് കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ആളാണ്. അവരുടെ ഇൻ്റലക്ച്വൽ സെൽ എന്ന് വെച്ചാൽ അവർക്ക് ബൗദ്ധികമായിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രം ശേഷിയുള്ള സംസ്ഥാനത്തെ കൺവീനറായിരുന്നു അതോർക്കണം നമ്മൾ. അപ്പോൾ അയാളാണ്. അപ്പോൾ BJP യഥാർത്ഥത്തിൽ ഞാൻ കരുതിയത് ഈ പ്രസ്താവന വന്നാൽ ഉടനെ BJP ഇതേക്കുറിച്ച് പ്രതികരിക്കണ്ടേ. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഈ ഇപ്പോൾ നടക്കുന്ന CJPയുടെ സമരത്തെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമരത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് BJP RSS നേതാക്കൾ ഈ സമരത്തെ തള്ളിപ്പറയുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, നല്ല രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് അവർക്ക് ചെയ്യാം. കാരണം അവരുടെ രാഷ്ട്രീയ പക്ഷത്തിനെതിരെ സമരം നടക്കുന്നു. അവരുടെ രാഷ്ട്രീയ ആംഗിളിൽ നിന്നുകൊണ്ട്, ലൈനിൽ നിന്നുകൊണ്ട് അവർക്ക് വിമർശിക്കാം. അതാണല്ലോ രാജ്യത്തിൻ്റെ സ്ഥിതി. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന അതല്ലല്ലോ, വിമർശമല്ല. ഇയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ സമരത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം, ശവം നിലത്ത് വീഴണം, കുറേ ശവങ്ങളെടുത്ത് മാറ്റണം, ബലാത്സംഗം ചെയ്യണം. കാരണം ആ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ പ്രത്യേകമായിട്ട് ഇടതുപക്ഷത്തുള്ള ഈ സ്ത്രീകളെ പ്രത്യേകമായിട്ട് തന്നെയും പറഞ്ഞ് ചില പരിഹാസ സ്ഥലത്തിലൊക്കെ പറഞ്ഞിട്ട് അവരെ ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്യുമ്പോഴും ചിലർ കൊല്ലപ്പെടും. അവരുടെ ശവം എടുത്ത് മാറ്റണം എന്നാണ് ഇയാൾ പറയുന്നത്. എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കി. എവിടെ എത്തി ഇയാൾ ഈ വർത്തമാനം പറയുന്നത്? എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്ത് ഇയാൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകാൻ പറ്റുന്നത്? BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറായിരുന്ന, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ആയിരുന്ന ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു വർത്തമാനം പറയാനുള്ള ഉത്തരവാദിത്തം നിശ്ചയമായിട്ടും ആ സംഘടനകൾക്കില്ലേ? ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു ഹർഷ. ഭാരതീയ വിചാര കേന്ദ്രം എന്താണ്? നമ്മൾ P പരമേശ്വരൻ എന്നൊരു നേതാവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല, RSSകാർക്കൊക്കെ അറിയാം, പുറത്തുള്ള ആളുകൾക്ക് അറിയുമെന്നറിയില്ല. P പരമേശ്വരൻ എന്ന് വെച്ചാൽ ഇവിടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് P പരമേശ്വരനും EMS നമ്പൂതിരിപ്പാടും തമ്മിൽ ആശയവിനിമയവും ആശയ സംവാദവും നടന്നിരുന്നു. ഇവിടെ അപ്പോൾ ഇപ്പോഴുള്ളത്രക്ക് പോലും BJPക്കോ സംഘപരിവാര രാഷ്ട്രീയത്തിനോ വേരുകളോ ശക്തിയോ ഇല്ല. പക്ഷെ ആ കാലത്ത് പോലും ഈ പറയുന്ന അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ആശയതലത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമായിരുന്ന ആളാണ് P പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ RSS രാഷ്ട്രീയത്തോട് താല്പര്യമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിലും, RSS രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലാത്ത ആളുകളാണെങ്കിലും ഭാരതീയ വിചാര കേന്ദ്രം എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ തലപ്പത്തിരുന്ന ആളാണെന്ന് ഓർക്കണം. ഇൻ്റലക്ച്വൽ സെൽ, ഈ ബുദ്ധിജീവി, മഹാബുദ്ധിജീവി ഇതാണ്. അപ്പോൾ ഇയാൾ ഈ വർത്തമാനം പറഞ്ഞാൽ ആ നിമിഷം വന്ന് ഇതിനെ തള്ളിപ്പറയാനുള്ള ഉത്തരവാദിത്തം BJPക്കുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ അഭിപ്രായമല്ല കേട്ടോ ഈ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ സമരത്തോട് വിയോജിപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇയാൾ ഈ പറഞ്ഞ ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ ഞങ്ങളുടെ മുൻ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് അറിയുന്നു, അതിനോട് യോജിക്കുന്നില്ല കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഭാരതീയ വിചാര കേന്ദ്രത്തിനുമുണ്ട്. V മുരളീധരൻ ഞാൻ അറിയില്ല എന്ന് ഇമാതിരി ഒരു തോന്നിവാസം അവരുടെ ഒരു മുൻ നേതാവും ഇപ്പോഴും ഇങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ട് V മുരളീധരനെ പോലെ ഒരാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ അറിയാത്ത ആളാണെന്ന് വേണോ നമ്മൾ വിചാരിക്കാൻ? V മുരളീധരൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ആളാണ് V മുരളീധരൻ. പോരാത്ത MLA ആണ്. അപ്പോൾ അദ്ദേഹം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പായിട്ട് പോവുകയാണ്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പായിട്ട് പോകേണ്ടുന്ന കാര്യമല്ല ഇത് ഏതാൾക്കും. ഇത് നരേന്ദ്രമോദിക്ക് നേരിട്ട് വന്ന് തന്നെയും എതിർക്കാവുന്ന കാര്യമാണ്. കാരണം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം,
ആളുകളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പിന്തുണക്കാനുള്ളത്? ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവർ തള്ളിക്കളയാൻ മാത്രമേ ഉള്ളൂ. ഇത് ഉടനടി കേസെടുക്കുക, ആ കേസിനൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കുക. എനിക്കിപ്പോഴും പിന്നെ എന്താണ്, മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെയും ഭാഗത്ത് അങ്ങനെ ഒരു നിലപാട് പെട്ടെന്ന് അവർ തന്നെ സ്വമേധയാ കേസെടുക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പോൾ ASF SFIയും ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയൊന്നും വേണ്ട, അന്തരീക്ഷത്തിലേക്ക് ഇത് വന്ന് വീണാൽ ഉടനെ തന്നെ സർക്കാർ ആക്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. RSSൻ്റെ സൈദ്ധാന്തികൻ എന്നാണ് ഇന്നിപ്പോൾ പിന്നെ ഈ NDTV അടക്കമുള്ള ആളുകൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ പറഞ്ഞു, RSSൻ്റെ സൈദ്ധാന്തികൻ എന്ന്. RSSകാർ യഥാർത്ഥത്തിൽ ശരിയായിട്ട് RSSനോട് നല്ല താല്പര്യവും സ്നേഹമുള്ള ആളുകൾ പറയേണ്ടത് ഞങ്ങളുടെ സൈദ്ധാന്തികൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ശരിയാണ്. ഇപ്പോൾ വെടിവെപ്പ് നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ. വെടിവെച്ചു, AK-47 വെച്ച് വെടിവെച്ചു. സ്ത്രീകളെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. നമ്മൾ ലാത്തി വെച്ചൊക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തുന്നത് കണ്ടു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആ തരം ദ്രോഹബുദ്ധിയുള്ള ആളുകളുണ്ട്. പക്ഷേ അതാകരുത് മുഖ്യധാരയിലെ ആൾ എന്ന് നിശ്ചയമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതാണ്. കേരളം പോലൊരു സ്ഥലത്ത് ഇത് വന്ന് പറഞ്ഞു പോകാമെന്ന് TG മോഹൻദാസിന് ധൈര്യമായത് കഴിഞ്ഞ 12 വർഷക്കാലം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി എതിർ ശബ്ദങ്ങളെ പരിഹരിച്ച് വിടാൻ പറ്റുന്ന ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളുടെയൊക്കെ വലിയ സമൃദ്ധി ഉണ്ടായിരുന്നു. അതിലൊന്നിലിരുന്നിട്ടാണ് ഇയാൾ ഈ കാര്യം വിളിച്ച് പറഞ്ഞത്. പക്ഷേ ആ കാലം കഴിഞ്ഞു എന്ന് മോഹൻദാസിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉതകുന്ന നിയമപരമായുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നതാണ് ഈ പൊതുസമൂഹം ആകെപ്പാടെ എഴുന്നേറ്റ് നിന്നിട്ട് VD സതീശൻ സർക്കാരിനോട് പറയേണ്ടത്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറയേണ്ടത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിച്ചിറങ്ങി നാളെ രാവിലത്തെ പത്രം വരുമ്പോഴേക്ക് അത്തരം നടപടികളിലേക്ക് അവർ കടക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ.